ഈ പണം തരുമെന്ന് എനിക്കറിയായിരുന്നു. ഈ പണം ഉണ്ടല്ലോ കൂടിപ്പോയാ ഒരു 2 അല്ലെങ്കിൽ വേണ്ട ഒരു 10 ദിവസം കഴിഞ്ഞ് എന്താ നീ എന്നെ വിശ്വസിക്കണം കേട്ടോ. അതില്ലേ ഇങ്ങോട്ട് വാ, ഇത്രത്തോളം വന്നതല്ലേ, വാ. ഞാനൊരു ബോറനാണെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നും ആരൊക്കെ ഒരു അഭിപ്രായം. ഞാനത്ര ബോറനല്ല. നീ ദയവുള്ളവനാ. നമ്മള് തമ്മിൽ ഇപ്പോ കണ്ടിട്ട് ഒരു 4-6 വർഷമായി കാണും അല്ലേ? നമ്മളോ? അന്ന് ഈസ്റ്ററിന്റെ അന്ന് രാത്രി മനുഷ്യരുടെ പാപങ്ങൾ മോചിക്കുന്നതിന് കർത്താവ് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ രാത്രി അന്നാണ് നമ്മൾ അവസാനമായിട്ട്. പിന്നെ പല തവണ വന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. എന്ന് വിശ്വസിക്കണം കേട്ടോ. അതെ, നിന്റെ ഈ കടമുണ്ടല്ലോ, ഇത് ഞാൻ അടുത്ത ഞായറാഴ്ച കുർബാനയ്ക്ക് മുമ്പ് ഞാൻ ഈ കടം വീട്ടിയിരിക്കും. എന്നിട്ട് വേണം എനിക്ക് കുമ്പസാര കൂട്ടി കയറാൻ. നിനക്ക് എന്നെ വിശ്വാസമായില്ല? അതെങ്ങനെയാ? ഞാനൊരു അരസനും വൃത്തികെട്ട മുഷിഞ്ഞെന്നാറിയോ വേഷവും ധരിച്ച് തെരുവിൽ നടക്കുന്നവനല്ലേ? അങ്ങനെയുള്ളൊരു സത്യം പറയും. പോലെ പോലെ അല്ല, ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതാ. സൈസ് അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിതിന്റെ വില തരും. സെക്കൻഡ് ഹാൻഡ് ചെരുപ്പിന്റെ വിലയല്ല, കടയിൽ നിന്ന് എത്ര പൈസക്കാണോ ചെരുപ്പ് വാങ്ങിയത് അത്രയും പറഞ്ഞാൽ തരും. ഈ ഞായറാഴ്ച ഈ കടം വീട്ടുമ്പോ അതിന്റെ കൂടെ തന്നെ തരും. നീ ഇപ്പൊ എന്റെ ദൈവമാണ്, ദൈവം. ഞാൻ നിന്നെ കൊള്ളയടിക്കാനൊന്നും പോണില്ല. അല്ലെങ്കിൽ തന്നെ ദൈവമാണെങ്കിലും ദൈവമായി തന്നെ നിലനിൽക്കാൻ എന്ത് പാടാ. സത്യം പറഞ്ഞ എന്റെ മുഖത്ത് നോക്കിയപ്പോ എനിക്ക് കള്ളം പറയാൻ പറ്റുന്നില്ല. നീ തന്ന ഈ പണം ഉണ്ടല്ലോ, ഇതുപോലെ എത്ര പടക്കണ നോട്ടുകളാ എന്റെ കയ്യിൽ വന്നു പോയിട്ടുള്ളതെന്ന് അറിയോ? അന്ന് അതൊക്കെ ആഘോഷമായിരുന്നു, ആഘോഷം. അന്ന് ഞാൻ രാജാവായിരുന്നു, മഹാരാജാവ്. അടിച്ചോട്ടെ, കഴിഞ്ഞ തവണ നീ അടിച്ചു, ഈ തവണ എനിക്കോട്ടാ. എന്നത്തെ പോലെ ഇന്ന് ഞാൻ തന്നെ. പിന്നെ ഞാനെന്തിനാ കളി തുടങ്ങിയ അതുകൊള്ള നല്ല കാര്യം. പിന്നല്ലാതെ എവിടേക്കാ പോണ്? അതെ ചേട്ടാ, ഞാനില്ല ചേട്ടാ, ഈ കളിക്ക് ഞാനില്ല. നീ ഇരിക്കടാ. ഇവന്റെ കാര്യമില്ല, ത്യാഗമുള്ള ചെക്കൊക്കെ ഞാൻ വെച്ചാ. നീ എവിടെ ഇരിക്കടാ? ഏറ്റുണ്ടല്ലോ, കാണാം ചെക്ക്. പിന്നെ എന്റെ കൂട്ടം നിലവിളി കേൾക്കാം. യാക്കോവിന്റെ കളം, യാക്കോവിന്റെ കൈ, യാക്കോവിന്റെ കളി, യാക്കോവ് തീരുമാനിക്കും. ഇന്നലെ അവനെ കളടിച്ച് തുള്ളിച്ചാടി സന്തോഷിച്ചു പോയി.
ഇന്ന് ഇവൻ കരഞ്ഞ് നിലവിളിച്ച് പോണ കാലാണ്. ഇതൊക്കെ സ്ഥിരം ഡയലോഗല്ലേ? പോട്ടെ പോട്ടെ പോട്ടെ. അപ്പോ ഞാൻ 500. ഓ എന്നാ പിടിച്ച 500 വെക്കടാ. 1000. കൈ നോക്കണ്ട. ഇത് യാക്കോവിന്റെ കൈ, യാക്കോവിന്റെ കളം. യാക്കോവ് കളിക്കും, കളിക്കറോ? യാക്കോവിന്റെ കരച്ചിലും കേക്കാം. ഞാൻ കുറക്കണില്ല. 1500. എന്നാ ഞാനും 1500. എന്നാ എന്നാ ശരി, 2000 കളിക്കും. ഞാനും 2000. മറ്റേ പെട്ടെന്നായിക്കോട്ടെ. ഞാൻ മടക്കി. വെരി ഗുഡ്. നമ്മളോ ഞാനും മടക്കി. അത് ബുദ്ധി. അപ്പോ നമുക്ക് നോക്കാം. ഓക്കെ, ശരി. 5000. യാക്കോബേ നോക്കണല്ലേ നീ? എന്തിന്? ഇത് യാക്കോവിന്റെ കൈ, യാക്കോവിന്റെ കളം. യാക്കോവ് കളിക്കും, കളിക്കുന്നതാണ്. ഒരു 2000 രൂപ തരാം. തരാന്ന്. എന്തേലും അല്ലാന്ന് കാശില്ലാണ്ട് കളിക്കാൻ വന്നേക്കണേ. മുമ്പ് വാങ്ങിയത് എവിടെയാണോ? ആ മാല കണ്ട് ഊരി വെക്കേ, കാണിച്ചു കൊടുക്കാൻ. അതാണ് സ്പിരിറ്റ്. പോരട്ടെ. ഈ കൊടയും കുരിച്ചും എന്റെ വീട്ടിൽ വരൂട്ടാ. യാക്കോവേ, ഇതെന്റെ ഭാര്യ കഞ്ഞെള്ളം കുടിച്ചിട്ട് വറ്റായിക്കുന്നതാ. കടുക്കണോ? ഇന്ന് നിന്റെ ശവടപ്പും മടിയന്ത്രം ഒരുമിച്ചണ്ടാ. ശരി, തുറക്കാൻ പോണ്. യാക്കോവന്റെ കൈ. യാക്കോവ് കളം എത്ര കളിച്ച് ജയിച്ചു വന്നവനാണെന്നറിയോ? യാക്കോവിന് തോറ്റ ചരിത്രമില്ല. യാക്കോവേ ജയിക്കാനായി ജനിച്ചവനാ, മനസ്സിലായ? അപ്പൊ ഞാൻ വിട്ടാണ്. നാളെ ഇതേ സമയം ഇവിടെ വെച്ച് വീണ്ടും കാണാം. ഓക്കെ, ബൈ. യാക്കോ നിക്കട. എന്തായാലും കളിച്ച് ജയിച്ച് നീ മടി വീർപ്പിച്ചില്ലേ? നീ നിന്റെ മനസ്സൊന്ന് വീർപ്പിച്ചോ. അതെങ്ങനെയാണോ? സാധനം കുറച്ചടിച്ചിട്ട് പോടാ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇയാളുടെ വിഷമൊന്ന് തീരണല്ലോ. ഒഴുക്കി ഒഴുക്കി. ഇതൊക്കെ കോണൊഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചാ. ടാക്സിട്ട് അടിക്കുന്ന ശവം. പണ്ടാർപ്പിന്റെ. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഇതേ സമയം ഇവിടെ വെച്ച് യാക്കോവ് വരും. എന്താണ്? നമ്മൾ പഴയ ചെങ്ങാതിമാരല്ലടാ. അതിന്റെ പേരില് ഒരു തുള്ളി കൂടി പടക്കി വേണ. പെടക്കരാ. ശരി. അലക്ക്. ടച്ചിങ്സ് ഒന്നും വേണ്ട നിങ്ങക്ക്. യാക്കോവിന്റെ ടച്ചിങ്സേ ഈ പെടക്കണ നോട്ടാ. അല്ല പിന്നെ അവനൊഴുകി താൻ ഈ റേഷൻ കൊടുക്കുന്ന മാതിരി. അല്ല പിന്നെ എന്റെ കപ്പാസിറ്റിയാ തോന്നുന്നു. അപ്പൊ ഓക്കെ, ബൈ. നമുക്കൊരു കൊത്തുകൂടി നിരത്തിട്ട് പോവാടാ. ഇത് കോപ്പി നടന്നുകളിൽ കാശ്. എടാ യാക്കോ, നീ പഴയ 5ാം ക്ലാസ്സിലത്തെ ജോലി ചെയ്യുന്നിരിച്ചാ. ഇത് പെടക്കിട ചെക്കണ്ട, ബാങ്ക് ചെക്ക് ആയിക്കോട്ടെ. അപ്പൊ ഈ വരന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ 3 പേര് ഒരുമിച്ചാ. ശരി. ഞങ്ങളെ തോൽപ്പിച്ച് നീ ജയിച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാം. വെറുതെ കയ്യിലിരിക്കുന്ന കാശ് എന്താ കാശ് ഇവിടേക്ക് വെക്കണ? എന്താ കാശ് വെക്കേ? ചെക്ക് തന്നില്ലേ? കാശ് പോരെ. എന്റെ ചെയ്യനും കൂടി ഊരി വെക്കടാ. ഇതൊക്കെ എനിക്ക് വീണ്ടും തിരിച്ചു തരാ ഞാൻ. കളം. ഞാൻ മടക്കി. അപ്പൊ യാക്കോവിന് കാര്യം ചെയ്തോ, ചീട്ട് പടുത്തിക്കോ. ബ്ലാങ്കറ്റ് ഉണ്ട്. എന്താടാ കണ്ണു പിടിക്കണില്ലേ? ഈ മരത്തണ്ട. അതെ, ഇത് യാക്കോവിന്റെ കളം. യാക്കോവിന്റെ കൈ
ഇപ്പൊ കാണാം. പറയാ. എനിക്ക് വയ്യാണ്ടിരിക്കാൻ പൈസ എന്റെ കാശ് എന്റെ മാനാണ് എന്റെ മോനല്ലേ? ആ എന്റെ മോനാ. എന്റെ മൂത്ത മോൻ. അല്ല 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 രണ്ടാമത്തെ മോൻ ടോമി. ടോമിയല്ലോ. ടോമിയല്ല. സന്തോഷമുണ്ട്. അപ്പൊ ജോയ്. സന്തോഷമുള്ള ജോയ്. സന്തോഷമുള്ള ജോയ്. സന്തോഷമുള്ള ജോയ്. ഞാനേ മക്കളെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നറിയും. ഞാനവരെ ഇന്ന് പോലെയാ നോക്കിയിരുന്നെ. എത്ര വൈകി വീട്ടിൽ ചെന്നാലും ഞാൻ അവർക്ക് പലഹാരം കൊണ്ടേ പോകും. ഞാൻ എന്റെ കുട്ടികൾക്കുള്ള പലഹാരം ഇവിടെ കൊണ്ടുവച്ചു. താങ്ക് യു. ഞാനത് വിട്ടുപോയി. അയ്യോ അതോടെ പോയി. എടുക്കറ്. കഴിക്കടോ. കഴിക്കേ. ഓ നീ എന്തണ്ട് ഇങ്ങനെ മണവാക്കി അടിച്ചത് പോലെ കുണുങ്ങി നിക്കണത്? കഴിക്കട. എന്നാ വേണ്ട ചുമ്മാ. റോസിയേ രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ നീതിമാന്റെ മാർഗം നൽകണേ. നീ ഏത് ഗന്ധർവൻ സ്വപ്നം കണ്ടിരിക്കാനടി? നിങ്ങളെ കാണാതായപ്പോ ഞാനൊന്ന് മയങ്ങിപ്പോയി. ഞാനെന്റെ പുന്നാരമകൾക്ക് എന്തൊക്കെ കൊണ്ടുവന്നിരിക്കുന്നറിയോ? പഴംപൊരി, ഉഴുന്നോട, പപ്സ്, വിളിക്കടി അവരെ. നിങ്ങൾ വരാൻ നേരം വൈകിപ്പോ ഞാൻ കുട്ടികൾക്ക് അത്താഴം വിളമ്പി കൊടുത്തു. അവരിപ്പോ ഉറങ്ങിയതുള്ളൂ. ഇനി അവരെ ഉണർത്തണ്ട. എടേ ഈ വീട്ടിൽ ഞാൻ വരുന്നതിന് മുമ്പ് ആരും അത്താഴം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? മക്കള് വിശന്ന് കരഞ്ഞപ്പോ വെന്തിരിക്കുന്ന ചോറും കറിയും ഞാൻ വിളമ്പി കൊടുത്തു. എത്ര നേരം വെച്ച മനുഷ്യ നിങ്ങളെ കാത്തിരിക്കുക. വിളമ്പി കൊടുക്കാന് ഇന്ന് തന്നുണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പൊ അമ്മയും മക്കളും കൊന്നേ ഒക്കെ കുടുംബത്തിൽ കിടന്ന് നോക്കാം. മക്കളെ നമുക്ക് പോവാം. അപ്പന്റെ കെട്ടടക്കുമ്പോ നമുക്ക് തിരിച്ചു വരാം. നിന്റെ ഈ പായസം എടുത്തോട്ട് പോടിയാണെന്ന്. എന്താ എടുത്തോട്ട് പോണ പലഹാരം മതി. നക്കി തിന്നരാ. എന്താ രാമാന്തം കുണുങ്ങി നടക്ക. ഒന്ന് പോടിയാ. എന്റെ കർത്താവേ,
മോശക്കാരനല്ലാട്ടാ. ഞാൻ എൻ്റെ മക്കളെ മാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നറിയോ? എനിക്കിഷ്ടമുള്ളവരെയൊക്കെ ഞാൻ ആത്മാർത്ഥമായി ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ എൻ്റെ പോക്കിരിത്തരങ്ങൾ മറയ്ക്കാൻ വേണ്ടി എന്റെ നിഷ്കളങ്കരായ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മേൽ ഞാൻ കുതിര കയറി. പാവന്റെ മക്കള് ഇങ്ങനെ ഒരു അപ്പന്റെ കൂടെ ജീവിക്കുക എന്നത് എത്ര ദുരിതം പിടിച്ച അവസ്ഥയാ. എന്റെ കുറ്റങ്ങൾ മുഴുവനെ ഞാൻ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. എന്നിട്ട് ഓരോ ദിവസവും ഞാൻ സ്വയം മാന്യനാകാൻ ശ്രമിച്ചു. ദൈവം എനിക്ക് നൽകിയ സൗഭാഗ്യമാണ് എന്റെ മക്കൾ. അപ്പനായി ഞാൻ ആട്ടിൻ തോലണിക്കാൻ വേറി പിടിച്ച ചെന്നായ പോലെയാ ജീവിച്ചത്. ഇപ്പൊ നിന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനും കള്ളം പറയാനും സാധിക്കുന്നില്ല. അഹങ്കാരിയായിരുന്നു. നിന്റെ ഉള്ളിലെ സ്നേഹവും മാന്യതയും അനുഭവിച്ചറിയുമ്പോ പിന്നെ ഒരു അക്ഷരം പോലും പറയാനാവാതെ ഞാൻ നിശബ്ദരാവുക. എനിക്കൊന്നും പറയാനില്ല. സമ്പാദ്യമാ എന്റെ 3 മക്കള്. അവരെല്ലാവരും ഒരുപോലെ സൽസ്വഭാവം, നേരെ വാ നേരെ പോലെന്ന മട്ടിലുള്ളവർ. എന്നെ പോലൊന്നല്ല, അവർ അധ്വാനിച്ചവരാ. സത്യത്തിലേ ഞാനെന്നല്ല അവരുടെ അപ്പനാവേണ്ടത്. നല്ല നല്ല സ്വപ്നങ്ങളും ഹൃദയം നിറയെ സ്നേഹവുമുള്ള ഒരു യഥാർത്ഥ പച്ച മനുഷ്യനാ അവരുടെ അപ്പനാവേണ്ടത്. ഞാൻ ഒരു ബോറനും വിശ്വസിക്കാൻ കൊള്ളാത്തവനുമായ ഒരു പാഴ്. ഇവരൊക്കെ എന്റെ മക്കളാണെന്ന് പറയുമ്പോഴേ എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നിനക്കറിയാമായിരുന്നു എന്റെ കയ്യിലേക്ക് പണം വലിച്ചെറിയുന്നത് വെറുതെയാണെന്ന്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു തരം അഭിനയമാണെന്ന് അറിഞ്ഞിട്ടും നീ എനിക്ക് പണം തന്നു. എന്തിനാ? എന്റെ വികാരങ്ങൾ വ്രണപ്പെടാതിരിക്കാൻ മാത്രം. എന്റെ മക്കളെ അതീവ ബുദ്ധിമാന്മാരാ. ഞാൻ അതിൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഒരിക്കലേ ഞാൻ എൻ്റെ മൂത്ത മകന്റെ ഓഫീസിൽ ചെന്നു. മുഷിഞ്ഞെന്നറിയ വൃത്തികെട്ട വേഷമൊക്കെ ധരിച്ച് കുടിച്ച് കൊണ്ടം മറിഞ്ഞ് ഒരു നാടൻ വാറ്റിച്ചാരായി നിറച്ച വീപ്പ കണക്കിന് കയറി ചെന്ന് അവിടെ അവനെയും അവന്റെ മേലുദ്യോഗസ്ഥനെയും പുലിയായിട്ടും പറഞ്ഞ് അങ്ങനെ നാട്ടിച്ചു. അവൻ ലേശം വേറി, പക്ഷെ കൊടുക്കുന്നുണ്ടായില്ല. ഞാൻ വീണെടുത്ത് നിന്ന് പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുമ്പോ ഇതുപോലെ അവൻ ചിരിക്കുക. ഒരു കുഴപ്പമില്ല എന്ന മട്ടില്. എന്നിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ എന്നെ പരിചയപ്പെടുത്തി. This is my great dearest lovely father, Mr. Yaakov. ഏത് ബൈബിളിലെ പണ്ട് ജയിച്ചു കയറിയ യാക്കോവല്ല, ജീവിതത്തിലെ തോറ്റ് തുന്നം പാടിയ യാക്കോവ്. നിവർന്നു നിൽക്കാൻ കഴിയാത്ത എന്നെ പൊക്കിയെടുത്ത് അവൻ്റെ തോളിൽ എൻ്റെ കൈവച്ച് അവനവൻ്റെ വില കൂടിയ കാറിൽ കയറ്റി അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ അവൻ്റെ ഭാര്യ, എൻ്റെ മൂത്തന്മാരോട് സമ്പന്നനായ കേണലിൻ്റെ മോള്, അവളും ചേർന്ന് ഈ വൃത്തികെട്ട ദേഹമാണ്
കഴുകി, എന്നിട്ട് പുതിയ വസ്ത്രങ്ങൾ അണിയിച്ചു. പിന്നെന്താണ്ടായി എനിക്കറിയില്ല. ഞാൻ എപ്പോഴേ എണീറ്റെന്നും എനിക്കറിയില്ല. പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മോൻ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പാ ഇത് അപ്പൻ്റെ വീടാ, ഇത് എൻ്റെ വീടാ, ഇനി അപ്പൻ എവിടേക്കും പോകണ്ട, അപ്പൻ്റെ കൂടെ എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ മതി. അപ്പാ ഇത് നമ്മുടെ വീടാ, ഇനി അപ്പനെ എവിടേക്കും പോകണ്ട, ഇനി അപ്പനെ ഇവിടെ കഴിക്കാൻ മതി. കരയണ്ട, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. ദേ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. മനസ്സിലെ സങ്കടം മുഴുവൻ പറഞ്ഞോളൂ. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വിട്ട് പോകും. ചെറുപ്പക്കാരാ, നീ ഒരു ദൈവദൂതനാ. ദൈവം എനിക്ക് കൂട്ടിരിക്കാൻ അയച്ച ദൈവദൂതൻ. ഞാൻ നിന്നിൽ കടപ്പെട്ടിരിക്കുന്നു. ദൈവമേ, ദൈവമേ, നിനക്ക് നന്ദി. എന്നാലും എന്നിൽ നിന്ന് നിനക്ക് ശല്യം മാത്രമേ ഉണ്ടാവൂ. ഞാനൊരു വഷളൻ, ധൂർത്തൻ. അങ്ങനെയുള്ള ഒരുവന് അവസാന കാലാവുമ്പോ പരിപാലിക്കാനാവും ഒരു പെൺകുഞ്ഞിനെ സമ്മാനിച്ചത്. എന്റെ റോസി ഒരു പെൺകുഞ്ഞിനെ പെറ്റിട്ടപ്പോ തിരിഞ്ഞു നോക്കിയില്ല. എന്റെ കയ്യിലിരിപ്പുകാരൻ ഞാൻ ജയിലിൽ പോയി. എന്റെ മോളെങ്ങനെയാ വളർന്നിട്ടുണ്ടാവുക? അപ്പനും അമ്മയും ഇല്ലാത്തൊരു കുഞ്ഞ് ഈ ഭൂമിയിൽ എങ്ങനെയാ വളർന്നിട്ടുണ്ടാവുക? ഇപ്പൊ അതെനിക്ക് ഓർക്കാൻ പോലും ശക്തിയില്ല. ഓ എന്റെ ദൈവമേ, അപ്പനും അമ്മയും ഇല്ലാത്തൊരു പെൺകുഞ്ഞ് ഈ ഭൂമിയിൽ എങ്ങനെയാ വളർന്നിട്ടുണ്ടാവുക? മോളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു. എനിക്ക് ആകെ ഒറ്റ മോള്. എല്ലാവരും അവസാന കാലാവുമ്പോ സ്വന്തം പെൺമക്കൾ അരികത്തിന്റെ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ എനിക്കുണ്ട്. എനിക്ക് എന്റെ മോളെ അരികത്തിന്റെ അവിടെ നിന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവളെ അന്വേഷിച്ചു, എല്ലായിടത്തും തെരഞ്ഞു. എനിക്ക് എന്റെ മോളെ കാണണം. ഞാൻ അവളെ അന്വേഷിച്ചു. അപ്പൊ എന്റെ മൂത്ത മരുമോള് കാനലിന്റെ മോള് പറയാ, അവള് പഠിക്കാനായിട്ട് ഹോസ്റ്റലിൽ നിൽക്കാതെ. എനിക്ക് എന്റെ മോളൊന്ന് കാണണം. അതിനെന്നെ സഹായിക്കാലോ? അതിന് വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. ഞാൻ എത്ര ഭാഗ്യവാന. എന്റെ ഏത് ആഗ്രഹവും സാധിപ്പിച്ചു തരാൻ തയ്യാറുള്ള എന്റെ പൊന്നു മക്കള്. അതെ, എനിക്ക് നിന്റെ ഒരു പുത്തൻ കുപ്പായം തരണം. എന്റെ മോൾ അപ്പനെ ആദ്യമായിട്ട് കാണുമ്പോ, ഒരു മോളും ആദ്യമായിട്ട് അപ്പനെ കാണാൻ പാടില്ലാത്ത വൃത്തികെട്ട മുഷിഞ്ഞ് നരിയ വേഷം എന്റേത്. അതുകൊണ്ട് എനിക്കൊരു പുത്തൻ കുപ്പായം തരാൻ മറക്കരുത്. മറക്കില്ല. എന്റെ ഒരു പുതിയ കുപ്പായം ഞാൻ തരുന്നുണ്ട്. നീ തരുന്ന എനിക്കറിയാം. എന്ത് ചോദിച്ചാലും തരും. നീ സ്നേഹമുള്ളവനാ. നിന്റെ അടുപ്പുണ്ടല്ലോ എന്നെ വലിയ ഉത്സവമാക്കി. നീ വേണ്ടി വന്നാലേ എനിക്ക് ഒരു കുപ്പി റമ്മോ വിസ്കിയോ അല്ലെങ്കിൽ മുന്തിയ തരം വീഞ്ഞോ ഒക്കെ തരുന്ന എനിക്കറിയാം. പക്ഷേ ഇന്ന് ഞാൻ നിന്നിൽ നിന്ന് ഒന്നും സ്വീകരിക്കില്ല. സന്തോഷത്തിന് ദിവസാ ഞാൻ നിന്നെ സൽക്കരിക്കും. അപ്പനിപ്പൊ പഴയ പോലെയല്ല, നല്ല സ്ഥിതിയില്ല. നീ നിന്റെ രണ്ടാനമേ കണ്ടിട്ടില്ലല്ലോ, സുന്ദരിയ. ഈ അപ്പനെങ്ങനെ ഇങ്ങനെ ഒരു സുന്ദരിയെ കിട്ടിയെന്ന് നീ അതിശയിക്കും. അല്ലെങ്കിലും ഇതൊക്കെ പറഞ്ഞാൽ തീരുന്ന കഥയാണ്, ഒക്കെ നേരിട്ട് കാണണം. എന്തായാലും ഇന്ന്
എന്റെ കൊട്ടാരത്തിൽ അതിഥിയായിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോകും. വാ. നീ ഇവിടെ നിൽക്ക്, ഞാൻ അകത്ത് ചെന്ന് ഒരു സർപ്രൈസ് പോലെ കാര്യങ്ങളെ അവതരിപ്പിച്ചിട്ട് വരാം. അവളറിയണം എനിക്കുമുണ്ട് മാന്യന്മാരും യോഗ്യന്മാരുമായിട്ടുള്ള അതിഥികളെന്ന്. അമ്മേ, അമ്മേ, നീ എവിടെയാ? ഒന്ന് വേഗം വാ. ചീഞ്ഞളിഞ്ഞ ആ കലക്കി വെച്ച വാഷിന് പോലെ എത്ര വൃത്തി കെട്ട നാട്ടം ശവം. ഇത് നീ അറിയാത്ത ഒരാളാ. ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു അതെന്റെ മോനാണടി. ഒരു മോൻ വന്നിരിക്കുന്നു. അപ്പനിങ്ങനെ തെരുവ് നായ പോലെ അലഞ്ഞു നടക്കുന്നതൊന്നും ഇവന്മാര് കാണുന്നില്ല. എല്ലാരും വലിയ വലിയ ആൾക്കാരല്ലേ. ഈ വാറ്റുകാരി അമ്മനി ഉള്ളത് കൊണ്ടാ തന്ത 3 നേരം വെട്ടി വിഴുകുന്നേ. അതെ, അവന്റെ മൂത്ത മോന അല്ല, രണ്ടാമത്തെ മോന. അവൻ അവന്റെ അപ്പനെ കാണാൻ വന്നതാടി. അവൻ എന്റെ റോസിയിലുണ്ടായ മോന. ഇപ്പൊ റോസിന്ന് പറയുമ്പോഴേ വാറ്റുചക്കൻ ഉരുകി ഒലിക്കണ പോലെ തന്തയുടെ വായ നിന്ന് തേനൊഴുകുന്നത്. തെറ്റ് 2 മാസം കഴിയും മുമ്പ് ഒറ്റ ചവിട്ടിന് ആ പെണ്ണിനെ കൊന്നേടാ നീ. എന്നിട്ട് റോസിന്റെ മോൻ പറഞ്ഞ് മോങ്ങുന്നു. ആരെ കാണിക്കാൻ ഈ ഒലിപ്പേര്? എന്തിനാ നീ പതുക്കെ പറയുന്നത്? വെറുതെ പഴയ കഥകൾ പറഞ്ഞെന്നെ വേദനിപ്പിക്കല്ല അമ്മി. അകത്ത് ചെന്ന് ഒരെണ്ണെടുത്തോണ്ട് വാ. ശവം. ഇവിടെ നിന്റെ വീട്ടിലെ പോലെ വില കൂടിയ റമ്മോ വിസ്കിയോ മുന്തിയതിന് വീഞ്ഞോ ഒന്നുമില്ല. പക്ഷെ അമ്മണി വലിയ സന്തോഷത്തിലാ. അവള് നിന്നെ എന്റെ മോനെ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ. രണ്ടാനമ്മ നിന്നെ നന്നായി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് നീ. ഇപ്പൊ ഒക്കെ എല്ലാം ശരിയാവും. നീ കുറച്ച് നേരം ഇവിടെ നിൽക്ക്. ഞാനിപ്പോ വരാം. പട്ടിയെ പോലെ തെരുവിൽ അലഞ്ഞു നടക്കുമ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് കൂടെ കിടത്തി എന്റെ കളപ്പ് തീർക്കാനല്ല, എന്റെ ഇവിടുത്തെ വാറ്റ് കച്ചവടം നന്നാവാനാ. പോലീസിനും എക്സൈസിനും എപ്പോഴെങ്കിലും ഒക്കെ ഒരു പ്രതിയെ കൊടുക്കണം. പിന്നെ പത്രക്കാർക്കും ചാനലുകാർക്കും മധ്യരാജാവിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയാൻ ഒരു പ്രതി വേണമല്ലോ. നിങ്ങൾ ജയിലിലാണെങ്കിലും നിങ്ങൾക്കുള്ള കോട്ടം ഞാൻ തീർത്ത് തരുന്നുണ്ടല്ലോ. അതെ, ഇതെന്റെ മോനാണടി. ഞാനിവിടെ നടത്തുന്നത് ഓരോരുത്തരും ഇങ്ങോട്ട് കയറി വരുമ്പോ ഗ്ലാസ്സിൽ അളന്നു കൊടുക്കുന്ന തുക്കിടി കച്ചവടമല്ല, ബാറിലൊക്കെയുള്ള വിദേശ വാറ്റ ഹോൾസെയിൽ കച്ചവടം. ഇതോടെ അവസാനിപ്പിക്കണം. കുടിച്ചു കൂത്താടി ഇവിടെ ഇങ്ങനെ തൂറി മെഴുകാനാ പരിപാടിയെങ്കില് കലക്കി വെച്ചിരിക്കുന്ന വാഷത്ത് ഞാൻ തലയിലൊടിക്കും, പറഞ്ഞേക്കാം. അമ്മണി, എന്താ? അതെ, ഇത് നീ അകത്ത് കൊണ്ടുവച്ചോ. ഈ വാറ്റുചാരായം
അപ്പനും മോനും ഒരുമിച്ചിരുന്ന വെള്ളടി അതൊന്നും അത്ര ശരിയല്ല. ഇത് നീ അകത്ത് കൊണ്ടുവച്ചു. ഒരു പുണ്യാളൻ വന്നിരിക്കുന്നു, പുണ്യാളൻ. ഈ അമ്മിണിയെ പഠിപ്പിക്കാൻ നോക്കണ്ട, ശാപം. ഫു! നിന്റെ മക്കളെ ഞാൻ അതെ, നിന്റെ അമ്മ പറയാണ് ഈ അപ്പനും മോനും ഒരുമിച്ചിരുന്ന വെള്ളടി അത്ര ശരിയല്ലെന്ന്. അല്ല, നമ്മൾ ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ അപ്പനും മോനും ഒരുമിച്ചിരുന്ന് വെള്ളടി കൃഷിയിലൊക്കെ പതിവുള്ളതാ. എന്നാലും അമ്മ പറഞ്ഞൊരു കാര്യം തന്നെ. അതുകൊണ്ട് നമുക്ക് വന്നിടത്തേക്ക് തന്നെ തിരിച്ചു അവിടെ അപ്പൊ നല്ല കാറ്റും കിട്ടും. എന്തിനാ ചിരിക്കണേ? എന്നെ ഒരുമാതിരി ആക്കി പരിഹസിച്ചുകൊണ്ടുള്ള ചിരി. ചിരിച്ചോ ചിരിച്ചോ, മതിയാവോളം ചിരിച്ചോ. ഞാനേ ഈ ചെളിയിൽ സ്വയം മുങ്ങിത്താഴുമെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ദയവ് കാട്ടണം. ദയവ് ചെയ്ത് എൻ്റെ ഈ കൊച്ചു ജീവിതത്തെ അങ്ങനെ നന്നാക്കി വലുതാക്കാൻ നോക്കണ്ട. ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ജീവിക്കാത്ത എന്നോട് ക്ഷമിക്ക്. ജീവിതത്തിൽ ഒരു മോഹവും അവശേഷിക്കാത്ത എനിക്ക് ആരുടെയും സഹായം വേണ്ട. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? എന്നെ ഒരുത്തരിങ്ങനെ സഹാനുഭൂതിയോടെ നോക്കിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെ, എനിക്കൊന്ന് തനിച്ചിരിക്കണം. എനിക്കൊന്ന് തനിച്ചിരിക്കണം. ഒന്ന് പോയി തരാം. നീ എനിക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. പ്ലീസ്, എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ഞാൻ നിന്നെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഒന്ന് പോ. എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. പ്ലീസ്, എനിക്ക് ഒറ്റയ്ക്കിരിക്കണമെന്ന്. Leave me alone. Leave me alone.
എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം. അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട്. ഞാനൊരു 3 ദിവസത്തേക്ക് വാറ്റുചാരായ കൈകൊണ്ട് തൊടില്ല. ഈ കുടിച്ച് ചീർത്ത് ചത്ത ഈ ശരീരം ഒന്ന് ജീവൻ വെച്ച് കലങ്ങി തെളിയട്ടെ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വെട്ടി ഷേവൊക്കെ ഒന്ന് ചെയ്ത് ഒരു പുത്തൻ കുപ്പായം ചെറുപ്പക്കാരാ പോയോ? ചെറുപ്പക്കാരാ പോവല്ലേ? ചെറുപ്പക്കാരാ എനിക്ക് നിന്റെ ഒരു പുത്തൻ കുപ്പായം വേണം. ചെറുപ്പക്കാരാ പണമായിട്ട് മതി ഒരു പുത്തൻ കുപ്പായം. എന്റെ മോളെ കണ്ടുകിട്ടുന്നവരെ ചെറുപ്പക്കാരാ എനിക്ക് നിന്റെ ഒരു പുത്തൻ കുപ്പായം വേണം. എന്റെ മോളെ കണ്ടുകിട്ടുന്നത് കഥമായി നടക്കുമെന്നുള്ളൊരു തോന്നൽ ചെറുപ്പക്കാരാ പോലീസ് സ്റ്റേഷനല്ലേ? ഹൗസിംഗ് കോളനിക്ക് അടുത്തുള്ള പാർക്കിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. അതെ, ഗാന്ധി പാർക്കിൽ. അതെ, പ്രായമുള്ള ആളാണ്. ഇല്ല, എനിക്ക് പരിചയമൊന്നുമില്ല. ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോ പണമൊക്കെ കൊടുക്കാറുണ്ട്. എന്താ? ഇല്ല, ബന്ധുക്കളെ ഒന്നും എനിക്ക് പരിചയമില്ല. ആ ശരി സാർ, നിങ്ങൾ വരുന്നവരെ ഞാനിവിടെ കാത്തു നിൽക്കാം.